ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. PM കിസാൻ സമ്മാൻ നിധി പദ്ധതി പ്രകാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി 20,000 കോടി രൂപയോളം ചൊവ്വാഴ്ച കർഷകരുടെ അക്കൌണ്ടിലേക്ക് കൈമാറും. പാർലമെന്റ് വളപ്പിലെ പ്രേരൺ സ്ഥൽ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ജമ്മുകശ്മീരിലെ സുരക്ഷാസ്ഥിതി പുനരവലോകനം ചെയ്യാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗം. പാലക്കാടും തൃശൂരും ചില സ്ഥലങ്ങളിൽ ഇന്ന് പുലർച്ചെ വീണ്ടും നേരിയ ഭൂചലനം. ഇറ്റലിയിൽ നടക്കുന്ന പെറുജിയ ചലഞ്ചർ ടെന്നീസ് ടൂർണമെന്റിൽ ഇന്ത്യയുടെ സുമിത് നാഗൽ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. PM കിസാൻ സമ്മാൻ നിധി പദ്ധതി പ്രകാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി 20,000 കോടി രൂപയോളം ചൊവ്വാഴ്ച കർഷകരുടെ അക്കൌണ്ടിലേക്ക് കൈമാറും. 9,03,00,000 കർഷകരുടെ അക്കൌണ്ടിലേക്കാണ് പണം നൽകുന്നത്. വാരാണസിയിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് കേന്ദ്ര ഗ്രാമവികസന കൃഷി കർഷകക്ഷേമ വകുപ്പ് മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. കഴിഞ്ഞ 10 വർഷങ്ങൾക്കുള്ളിൽ 11 കോടി കർഷകരുടെ അക്കൌണ്ടുകളിലേക്ക് 3 ലക്ഷം കോടി രൂപ കൈമാറിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ചൊവ്വാഴ്ച നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കണമെന്നാവശ്യപ്പെട്ട് എല്ലാ മുഖ്യമന്ത്രിമാർക്കും കത്തയച്ചെന്നും ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ അറിയിച്ചു. പാർലമെന്റ് വളപ്പിൽ സ്വാതന്ത്ര്യസമര സേനാനികളുടെയും ഉന്നത നേതാക്കളുടെയും പ്രതിമകൾ ഒരു സ്ഥലത്ത് തന്നെ കണ്ട് ആദരമർപ്പിക്കാൻ സന്ദർശകർക്ക് അവസരമൊരുക്കുന്ന പ്രേരണ സ്ഥൽ ഇന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ഉദ്ഘാടനം ചെയ്യും. ലോക്സഭാ സ്പീക്കർ ഓം ബിർള, രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ് നാരായൺ സിംഗ്, പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. എല്ലാ പാർലമെന്റ് അംഗങ്ങളെയും ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. സന്ദർശകർക്ക് ഉന്നത നേതാക്കളുടെ ജീവചരിത്രവും സന്ദേശവും നവസാങ്കേതിക വിദ്യയിലൂടെ ലഭ്യമാക്കാൻ കർമ്മപദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ജമ്മുകശ്മീരിലെ സുരക്ഷാസ്ഥിതി പുനരവലോകനം ചെയ്യാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗം ചേരും. അമർനാഥ് യാത്രയുടെ തയ്യാറെടുപ്പുകളും വിലയിരുത്തും. ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി, കരസേന, പോലീസ്, ജമ്മുകശ്മീർ ഭരണകൂടത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. ആഭ്യന്തര മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ജമ്മുകശ്മീരിലെ സുരക്ഷാസ്ഥിതി വെള്ളിയാഴ്ച ന്യൂഡൽഹിയിൽ ശ്രീ അമിത്ഷാ വിലയിരുത്തിയിരുന്നു. വന്ദേ ഭാരത് സ്ലീപ്പർ ക്ലാസ് ട്രെയിനിന്റെ പരീക്ഷണ ഓട്ടം അടുത്ത 2 മാസങ്ങൾക്കുള്ളിൽ നടക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. നിലവിൽ സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് എക്സ്പ്രസുകളിൽ ചെയർ കാറുകൾ മാത്രമാണ് ഉള്ളത്. തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ അർദ്ധ അതിവേഗ ട്രെയിനാണ് വന്ദേ ഭാരത്. അടുത്ത 5 വർഷങ്ങളിൽ സർക്കാർ റെയിൽവേ അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് ഊന്നൽ നൽകുമെന്ന് മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 10 വർഷം കൊണ്ട് 35,000 കിലോമീറ്റർ റെയിൽവേ ട്രാക്കുകൾ നിർമ്മിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി. കുറഞ്ഞ വരുമാനക്കാർക്കും സൌകര്യപ്രദമായ യാത്രാനുഭവം ഒരുക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും ശ്രീ അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. അമൃത് ഭാരത് ട്രെയിനുകൾ കൂടുതൽ നിർമ്മിക്കാൻ പ്രവർത്തനം നടക്കുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു. ഇന്ത്യൻ റെയിൽവേ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി. വ്യത്യസ്ത ഇടങ്ങളിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് പൊതുസേവനം എത്തിക്കുന്നതിനാണ് ഈ നേട്ടം കൈവരിച്ചത്. ഈ വർഷം ഫെബ്രുവരി 26-ന് റെയിൽവേ 2000-ലധികം കേന്ദ്രങ്ങളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ 40,19,000 ജനങ്ങളാണ് പങ്കെടുത്തത്. റെയിൽ പാലങ്ങളുടെയും വിവിധ റെയിൽവേ സ്റ്റേഷനുകളുടെയും തറക്കല്ലിടലിന്റെയും ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ച ചടങ്ങായിരുന്നു അത്. രാജ്യത്ത് കഴിഞ്ഞ 2 വർഷത്തിൽ ആഗോള നിലവാരമുള്ള 40-ലധികം ക്വാണ്ടം ടെക്നോളജി സ്റ്റാർട്ടപ്പുകൾ ആരംഭിച്ചതായി കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രി ജിതേന്ദ്ര സിംഗ്. ന്യൂഡൽഹിയിൽ ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്വാണ്ടം ടെക്നോളജി മേഖലയിൽ ഇന്ത്യയെ ആഗോളതലത്തിൽ മുന്നിലെത്തിക്കുക എന്നതായിരിക്കണം ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തിൽ ഗവേഷണ മേഖലയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിച്ചതിനെ അദ്ദേഹം അഭിനന്ദിച്ചു. 18ാമത് മുംബൈ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് ഇന്നലെ മുംബൈയിൽ പ്രൌഢഗംഭീരമായി നടന്നു. വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ, മഹാരാഷ്ട്ര സാംസ്കാരിക മന്ത്രി സുധീർ മുൻഗന്തിവാർ, രൺദീപ് ഹൂഡ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. AVG രംഗത്തെ വർദ്ധിച്ചുവരുന്ന സാധ്യതകൾ കണക്കിലെടുത്ത് തൊഴിലവസരങ്ങളും വളർച്ചയും വർദ്ധിപ്പിക്കാൻ സർക്കാർ ഉടൻ തന്നെ ഒരു മികവിന്റെ കേന്ദ്രം മുംബൈയിൽ ആരംഭിക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ കേന്ദ്രമന്ത്രി എൽ മുരുകൻ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്.
കൂടുതൽ വാർത്തകൾക്കായി @AllIndiaRadioNews തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ഇന്ന് ഫാദേഴ്സ് ഡേ. ജൂണിലെ 3-ാം ഞായറാഴ്ചയാണ് ലോകമെമ്പാടും ഫാദേഴ്സ് ഡേ ആഘോഷിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അച്ഛനുള്ള സ്വാധീനം ഓർത്തെടുക്കാനും അതിനെ ആദരിക്കാനുമുള്ള അവസരമാണ് ഓരോ ഫാദേഴ്സ് ഡേയും നൽകുന്നത്. 1910 അമേരിക്കയിലെ വാഷിംഗ്ടണിലാണ് ഫാദേഴ്സ് ഡേ ആദ്യമായി ആഘോഷിച്ചത്. അച്ഛന്റെ സ്നേഹവും കരുതലും വാത്സല്യവും ഓർത്തുകൊണ്ട് ഈ ഫാദേഴ്സ് ഡേയും ആഘോഷമാക്കാം. പാലക്കാടും തൃശൂരും ഇന്നു പുലർച്ചെ വീണ്ടും നേരിയ ഭൂചലനം. തൃത്താല, തിരുമറ്റിക്കോട് മേഖലകളിലാണ് പുലർച്ചെ വീണ്ടും ഭൂചലനം അനുഭവപ്പെട്ടതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഇന്നലെ രാവിലെയും ഈ മേഖലകളിൽ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. തൃശൂരിൽ കുന്നംകുളം, എരുമപ്പെട്ടി, വേലൂർ, വടക്കാഞ്ചേരി എന്നിവിടങ്ങളിലാണ് ഭൂചലനം ഉണ്ടായത്. ക്രിമിനൽ നിയമ സംവിധാനത്തെക്കുറിച്ച് അറിവ് പകരാൻ കേന്ദ്ര സർക്കാർ കൊൽക്കത്തയിൽ ഇന്ന് സമ്മേളനം സംഘടിപ്പിക്കും. വിശദാംശങ്ങളിലേക്ക്. ക്രിമിനൽ നിയമനിർവഹണത്തിൽ ഇന്ത്യയുടെ പുരോഗമന പാത എന്ന പേരിലാണ് സമ്മേളനം. പുതിയ 3 ക്രിമിനൽ നിയമങ്ങളായ ഭാരതീയ ന്യായ് സംഹിത 2023, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 എന്നിവയുടെ സവിശേഷതകൾ വ്യക്തമാക്കുകയാണ് ലക്ഷ്യം. ആശയവിനിമയം, ചോദ്യോത്തരവേള എന്നിവ സമ്മേളനത്തിൽ ഉണ്ടാകും. കഴിഞ്ഞ ഡിസംബറിൽ രാഷ്ട്രപതി 3 നിയമങ്ങൾക്കും അംഗീകാരം നൽകി. ജൂലൈ 1 മുതൽ ഇവ പ്രാബല്യത്തിൽ വരും. കഴിഞ്ഞ 2 മാസങ്ങൾക്കുള്ളിൽ നിയമകാര്യ വകുപ്പ് പുതിയ നിയമങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കാൻ ന്യൂഡൽഹി, ഗുവാഹത്തി എന്നിവിടങ്ങളിൽ 2 സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. പ്രധാനമായും നിയമരംഗത്ത് പ്രവർത്തിക്കുന്നവർ, നിയമനിർവഹണ ഏജൻസികൾ, നിയമവിദ്യാർത്ഥികൾ, ജനങ്ങൾ എന്നിവർക്ക് വേണ്ടിയാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇറ്റലിയിൽ നടക്കുന്ന പെറുജിയ ചലഞ്ചർ ടെന്നീസ് ടൂർണമെന്റിൽ ഇന്ത്യയുടെ സുമിത് നാഗൽ ഫൈനലിൽ കടന്നു. സ്പെയിൻ താരം ബെർണബെ സബത മിറാലസിനെയാണ് സുമിത് നാഗൽ പരാജയപ്പെടുത്തിയത്. അതേസമയം ഡബിൾസ് ഫൈനലിൽ ഇന്ത്യയുടെ എൻ ശ്രീറാം ബാലാജി ജർമ്മനിയുടെ ആന്ദ്രേ ബഗമൻ സഖ്യം പരാജയപ്പെട്ടു. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ നമീബിയയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് ജയം. മഴയെ തുടർന്ന് ഡക്വർത്ത് ലൂയിസ് സ്റ്റേറ്റ് നിയമപ്രകാരമാണ് ജേതാക്കളെ നിശ്ചയിച്ചത്. ഇന്നലത്തെ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള മത്സരം മഴയെ തുടർന്ന് ഉപേക്ഷിച്ചു. രാവിലെ നടന്ന മത്സരങ്ങളിൽ ദക്ഷിണാഫ്രിക്ക നേപ്പാളിനെയും ന്യൂസിലാൻഡ് ഉഗാണ്ടയെയും പരാജയപ്പെടുത്തി. ഇന്ന് വെസ്റ്റ് ഇൻഡീസിൽ പുരോഗമിക്കുന്ന മത്സരത്തിൽ ടോസ് നേടിയ ഓസ്ട്രേലിയ സ്കോട്ട്ലൻഡിനെ ബാറ്റിംഗിനയച്ചു. രാത്രി നടക്കുന്ന മത്സരത്തിൽ പാകിസ്ഥാൻ അയർലൻഡിനെ നേരിടും. ചൈനയിൽ നടക്കുന്ന ഏഷ്യൻ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് ഇറാനുമായി ഏറ്റുമുട്ടും. പുരുഷ ടീം ദക്ഷിണ കൊറിയയെയാണ് നേരിടുന്നത്. ചാമ്പ്യൻഷിപ്പിലെ 5ഉം 6ഉം സ്ഥാനങ്ങൾക്ക് വേണ്ടിയാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ വനിതാ ടീം സിംഗപ്പൂരിനെയും പുരുഷ ടീം ഇറാനെയും പരാജയപ്പെടുത്തി. ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും പാവന സ്മരണകളുമായി നാളെ ബലിപെരുന്നാൾ. പ്രവാചകൻ ഇബ്രാഹിം നബിയുടെ ത്യാഗത്തിന്റെ ഓർമ്മ പുതുക്കുകയാണ് ഓരോ ബലിപെരുന്നാളും. ഇന്നലെയായിരുന്നു അറഫ സംഗമം. ജംറകളിലെ കല്ലേറ് കർമ്മം ഇന്നാണ്. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നാണ് ബലിപെരുന്നാൾ. ബലിപെരുന്നാളിനോടനുബന്ധിച്ച് കേരളത്തിലെ പള്ളികളിൽ നാളെ പ്രത്യേക പ്രാർത്ഥനകൾ നടക്കും. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന ഇക്കൊല്ലത്തെ സിവിൽ സർവീസ് പരീക്ഷയുടെ ആദ്യഘട്ടം ഇന്ന് രാവിലെ 9:30 മുതൽ 11:30 വരെയും 2:30 മുതൽ 4:30 വരെയുമുള്ള 2 സെഷനുകളായാണ് പരീക്ഷ. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നിവിടങ്ങളിൽ 61 കേന്ദ്രങ്ങളിലായി 24,000-ഓളം പേരാണ് പരീക്ഷ എഴുതുന്നത്. പ്രളയകാലത്ത് കാസിരംഗ ദേശീയോദ്യാനത്തിലെ മൃഗങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ, ജനപ്രതിനിധികൾ, പോലീസ് ഉദ്യോഗസ്ഥർ, കാസിരംഗ ദേശീയോദ്യാന അധികൃതർ എന്നിവരുമായി ചർച്ച നടത്തി. കാസിരംഗയിലായിരുന്നു യോഗം. വന്യമൃഗങ്ങളുടെ സുരക്ഷയ്ക്കായി പുതിയ 3 കമാൻഡോ ബറ്റാലിയനുകളെ നിയോഗിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ദേശീയോദ്യാനത്തിലേക്ക് 600 അംഗ പുതിയ വന ബറ്റാലിയനെ കൂടി നിയോഗിക്കും. 2024 പ്രിക്സ് വെർസൈൽസ് മ്യൂസിയങ്ങൾക്കായുള്ള ആഗോള തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിലെ ഭുജിൽ സ്ഥിതി ചെയ്യുന്ന സ്മൃതിവൻ ഭൂകമ്പ സ്മാരക മ്യൂസിയത്തെ ഉൾപ്പെടുത്തിയതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്തോഷം പ്രകടിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. PM കിസാൻ സമ്മാൻ നിധി പദ്ധതി പ്രകാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി 20,000 കോടി രൂപയോളം ചൊവ്വാഴ്ച കർഷകരുടെ അക്കൌണ്ടിലേക്ക് കൈമാറും. പാർലമെന്റ് വളപ്പിലെ പ്രേരണ സ്ഥൽ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ജമ്മുകശ്മീരിലെ സുരക്ഷാസ്ഥിതി പുനരവലോകനം ചെയ്യാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗം. പാലക്കാടും തൃശൂരും ചില സ്ഥലങ്ങളിൽ ഇന്ന് പുലർച്ചെ വീണ്ടും നേരിയ ഭൂചലനം. ഇറ്റലിയിൽ നടക്കുന്ന പെറുജിയ ചലഞ്ചർ ടെന്നീസ് ടൂർണമെന്റിൽ ഇന്ത്യയുടെ സുമിത് നാഗൽ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.